ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡു ഐറ്റാണ് കേട്ടോ. കാടമുട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റാണ്. നിങ്ങൾ ചിലപ്പം യൂട്യൂബിൽ ഇന്നേ വരെ ഇതുപോലെ കാടമുട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഒന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 8 കാടമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ 1 എന്നുള്ള കണക്കിനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ട് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് കാടമുട്ട എടുക്കുക. ഇനി ഞാൻ ഇത് നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാടമുട്ടക്ക് പകരമായിട്ട് ഈ ഒരു ഫില്ലിങ്ങിൽ ഇതുപോലത്തെ സാധാ മുട്ട ഉണ്ടല്ലോ, ആ മുട്ട എടുക്കുക കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ കാടമുട്ടയും പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയിൽ ഇതുപോലൊരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ ഓട്ട പോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിൻ്റെ മസാല റെഡിയാക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ ഒരു മുട്ടയിലേക്ക് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ കുത്തിയെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഏതാണ് ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാളയാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് സവാളയിൽ നിന്ന് വയലാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സവാള ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒരുപാട് വഴറ്റി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3ഉം കൂടി 1 ടേബിൾ സ്പൂൺ മതി, ഒരുപാട് വേണ്ട. കാരണം മുട്ടയുടെ മസാലയല്ലേ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണേ. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ തക്കാളി ചേർക്കുന്ന സമയത്ത്. ഈ ഒരു ഫില്ലിങ്ങിന് നമുക്കൊരു റോസ്റ്റ് ടൈപ്പ് ഫില്ലിംഗ് ആണ് ഇതുണ്ടാവുക. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ തക്കാളി നല്ലതുപോലെ വെന്തുടയണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊടുത്തതിന് ശേഷം ഈ ഒരു സവാള ഒന്ന് സൈഡാക്കിയിട്ട് മിഡിൽ ഭാഗം കുറച്ചൊരു സ്പേസ് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 കാടമുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടും കേട്ടോ. കാരണം നമുക്ക് മുട്ടയുടെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തല്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് മുട്ട നമ്മൾ ചേർത്ത് ഉടനെ പൊതുവെ ഫില്ലിങ്ങിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു വെള്ളമയം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളമയമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. അതുവരെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ വെള്ളമയമൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ മസാലപ്പൊടി ഇതിൽ ചേർക്കുന്ന സമയത്ത്. എന്നിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ച മുട്ടയുണ്ടല്ലോ, അത് ഈ ഒരു സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഈ ഒരു മുട്ടനെ നമ്മൾ ഈ സവാള ഫില്ലിങ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടപ്പ് തുറക്കാതെ വെച്ച് കൊടുത്തതിന് ഒരു ഫില്ലിങ്ങിന് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതിനായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ പുഴുങ്ങൽ അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചോറ് വെക്കുന്ന ഏതാണോ വീട്ടിലുള്ള ആ അരി വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ മട്ട അരിയാണ് ചോറ് വെക്കാറ്, അതുകൊണ്ട് അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് പുഴുങ്ങലരി ഞാനൊരു 6-7 മണിക്കൂർ മുന്നേ നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ. വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അരി കുതിർത്ത് വെക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി വെച്ചിട്ടും ചെയ്യുക കേട്ടോ. പത്തിരിപ്പൊടിയാണെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. ഒറവട്ടിപ്പൊടിയാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതൽ കിട്ടും. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം 1/2 കപ്പല്ലേ ഉള്ളൂ, ഏറ്റവും ചെറിയ സവാള നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങ. അപ്പോൾ 1/2 കപ്പ് അരിക്ക് 1/2 കപ്പ് തേങ്ങ മതിയേ. അടുത്ത നമുക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഫെന്നൽ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ടൈറ്റായിട്ടാണ് ഇത് അരഞ്ഞു കിട്ടേണ്ടത്. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടൈറ്റായിട്ടാണ് അരിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് അരക്കുന്ന സമയത്ത് നമുക്ക് പൊടി ചേർക്കുമ്പോൾ കുറച്ചേ ചേർക്കണ്ട, അപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുമേ. ഇനി നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കണം. അരിപ്പൊടിൻ്റെ അളവ് കറക്റ്റ് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് അരിൻ്റെ ലൂസിനനുസരിച്ചിട്ട് ആ ഒരു മാവ് ടൈറ്റ് ആവാനുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് കണ്ടില്ല, നമുക്ക് ഉരുട്ടിയിട്ട് ഇതുപോലെ ബോൾസ് ആയിട്ട് എടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബോൾസ് ഓരോന്നായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തുന്ന സമയത്ത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഓയിൽ കയ്യിൽ നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ടൊന്ന് കൈവച്ചിട്ട് ഉരുട്ടി കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ ബോൾസ് ആയിട്ടല്ല കുറച്ചുകൂടി നല്ലത്, മുട്ടയല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഷേപ്പ് തയ്യാറാക്കിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൽമാസമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഇത് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നമുക്കിതിൽ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ബോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സവാള ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാടമുട്ട ഉണ്ടല്ലോ അതും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് നിങ്ങൾക്ക് എത്രയാണോ കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ നല്ലതുപോലെ തന്നെ അത് കവർ ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ഒരു മിഡിൽ ഭാഗം എല്ലാം പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. എന്നിട്ട് നല്ലൊരു ഷേപ്പാക്കി ബോളിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഷേപ്പ് ചെയ്യുക കേട്ടോ. ബോൾസ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് മുട്ട ആയതുകൊണ്ടാണ് ഉള്ളിലത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, നല്ലൊരു ഷേപ്പാക്കി എടുക്കുക. അതുപോലെ തന്നെ കാടമുട്ട ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ സാധാ മുട്ട പുഴുങ്ങിയിട്ട് ആ ഒരു മുട്ടനെ മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. അത് പകുതിയാക്കിയിട്ടോ അല്ലെങ്കിൽ 4 ആക്കിയിട്ടോ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ബോളായിട്ട് ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ ബോൾസ് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, 8 ബോൾസ് 8 കാടമുട്ടയല്ല ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ സ്റ്റീമറിൻ്റെ തട്ടിൽ കണ്ടില്ല, ഇവിടെ നന്നായിട്ട് ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെക്കുന്ന സമയത്ത്. എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് വെക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ട് ബോൾസ് മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ മുഴുവൻ ബോൾസും വെച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 to 25 മിനിറ്റ് ആണ് കേട്ടോ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ചിലവരുടെ ഫ്ലെയിമിനനുസരിച്ചും അതുപോലെ തന്നെ അരിക്കൊക്കെ അനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളൊരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ വെന്തോന്നുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടില്ല, എൻ്റെത് കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനൊരു 1/4 മണിക്കൂറായ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേവാനെടുത്തിട്ടുള്ള സമയത്ത് 20 അല്ലെങ്കിൽ 21, 22 മിനിറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സമയം ചെക്ക് ചെയ്യുക. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തനിയെ കഴിക്കാൻ താല്പര്യമാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുക. പക്ഷേ ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നമുക്കിവിടെ എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിന് ആവശ്യമായിട്ട് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അടുത്തായിട്ട് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് മുക്കി പൊരിക്കാനുള്ള ലൂസാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, വീഡിയോയിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോൾസ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൻ ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വേണ്ട കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം മതി. കാരണം നമ്മളിത് മുക്കിയെടുത്ത് പൊരിക്കൂല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മുളക് റെഡിയാക്കി വെച്ചല്ലോ, അതിലേക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ മുഴുവനും വെച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് ഈ ഒരു മുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അത്രയേ വേണ്ടു, ഒരുപാട് ഉണക്കിയിട്ടൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല, ഷാലോ ഫ്രൈ ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ സ്പീഡപ്പായിട്ട് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവർ ലെങ്തി ആക്കണ്ടല്ലോ വീഡിയോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയമൊന്നും വെക്കണ്ട. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബോൾസ് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഫില്ലിങ്ങിൻ്റെ ഒക്കെ ഒരു കളർ ചേഞ്ച് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും അറിയിക്കും. അതുപോലെ തന്നെ കാടമുട്ട വെച്ചിട്ട് ഇതുപോലെ റേറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്